Hi, good morning, friends. I am Shyam, lecturer in Mathematics, Majlis Polytechnic College. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ്. അത് ഏതാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ഈ സെഗ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലം ഇതാണ്: ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to π/2 cos 4x cos x dx. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന ചാപ്റ്ററിലെ പ്രോബ്ലമാണ്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ പ്രോബ്ലം ആണെന്ന്? ഇവിടെ ഇൻ്റഗ്രലിൽ ലിമിറ്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 0 to π/2. അങ്ങനെ തന്നതുകൊണ്ടാണ് നമുക്കത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ പ്രോബ്ലം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചത്. ഇനി നമ്മൾ ഇതിനെ ആദ്യമായി ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ ആക്കി മാറ്റി എഴുതുക. അപ്പോൾ ലിമിറ്റ് ഒഴിവാക്കി. അപ്പോൾ ഇൻ്റഗ്രൽ cos 4x cos x dx. അപ്പോൾ അത് ഏത് ഫോർമുലയായി? ഇൻ്റഗ്രൽ ഒഴിച്ചു നിർത്തിയാൽ cos a cos b എന്നുള്ള ഫോർമുലയായി. ഈ എയുടെ സ്ഥാനത്ത് 4x ആണ്, ബിയുടെ സ്ഥാനത്ത് x ആണ്. എന്താണ് cos a cos b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 cos a plus b plus cos a minus b. ഇതാണ് cos a cos b എന്ന ഫോർമുല. അപ്പോൾ ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/2 cos എയുടെ സ്ഥാനത്ത് 4x ആണ്, അപ്പോൾ 4x plus x, ബിയുടെ സ്ഥാനത്ത് x ആണ്, പ്ലസ് cos 4x minus x dx. ഈ ഇൻ്റഗ്രലിൽ കോമൺ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ഏതാണ്? 1/2. ആ 1/2 ഔട്ട്സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ ഇത് ആഡ് ചെയ്തപ്പോൾ cos 5x പ്ലസ് cos 3x, ഇത് മൈനസ് ചെയ്തപ്പോൾ 3x നൽകി, dx. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ cos 5x dx പ്ലസ് ഇൻ്റഗ്രൽ cos 3x dx. ഇത് എന്താ ചെയ്തത്? പ്രീവിയസ് സ്റ്റെപ്പിലുള്ള ഇൻ്റഗ്രലിനെ സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇൻ്റഗ്രലാക്കി മാറ്റി എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിലെ കോൺസ്റ്റന്റ് 1/2 ഇൻറ്റു ഈ രണ്ട് ഇൻ്റഗ്രൽ ഏത് ഫോർമാറ്റില്ല? cos ax പ്ലസ് ബി, ഇൻ്റഗ്രൽ cos ax പ്ലസ് ബി. അതിൻ്റെ ആൻസർ എന്താണ് വരിക? സൈൻ ax പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ എന്ന് വരും. ആദ്യത്തെ ഇൻ്റഗ്രലിൽ എയുടെ സ്ഥാനത്ത് 5 ആണ്, ബിയുടെ സ്ഥാനത്ത് 0 ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 3 ആണ്, ബിയുടെ സ്ഥാനത്ത് 0 ആണ്. എക്സിന്റെ സ്ഥാനത്ത് രണ്ട് ഇൻ്റഗ്രലിലും എക്സ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു സൈൻ 5x ബൈ 5 പ്ലസ് സൈൻ 3x ബൈ 3 പ്ലസ് ആർബിറ്ററി കോൺസ്റ്റന്റ് സി. ദാറ്റ് ഇംപ്ലൈസ് ഈ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഉള്ളിലേക്ക്. അപ്പോൾ എന്തായി മാറും? സൈൻ 5x ബൈ 10 പ്ലസ് സൈൻ 3x ബൈ 6 പ്ലസ് സി. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 cos 4x cos x dx ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരം എടുത്ത് എഴുതുമ്പോൾ അതിൽ ആർബിറ്ററി കോൺസ്റ്റന്റ് ഒഴിവാക്കിയിട്ട് വേണം എഴുതാൻ. അതുകൊണ്ടാണ് ഇവിടെ സൈൻ 5x ബൈ 5 പ്ലസ് സൈൻ 3x ബൈ 6 ലിമിറ്റ് 0 to π/2. ഇനി ഏത് ലിമിറ്റാണ് ആദ്യമായി അപ്ലൈ ചെയ്യേണ്ടത്? അപ്പർ ലിമിറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതായത് π/2. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു സൈൻ 5π/2 ബൈ 10 പ്ലസ് സൈൻ 3π/2 ബൈ 6. എക്സിന്റെ സ്ഥാനത്ത് π/2 എന്ന് കൊടുത്തു, മൈനസ് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് സൈൻ കൊടുത്തു. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ സൈൻ 5 ഇൻറ്റു 0 ബൈ 10 പ്ലസ് സൈൻ 3 ഇൻറ്റു 0 ബൈ 6. ലോവർ ലിമിറ്റായ 0 കൊടുത്തു എക്സിന്റെ സ്ഥാനത്ത്. ദാറ്റ്സ് ഈക്വൽ ടു ഇനി എന്ത് വരും? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് അറിയാത്തവരുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്ത് എടുക്കുക. ഇവിടെ 5 തവണ π/2 എന്നാണ്. 5 തവണ π/2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരിക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈനിന്റെ വാല്യൂ 1 ആണ്, സൈൻ 90. അങ്ങനെയാണ് ഇവിടെ 1/10 പ്ലസ് അതുപോലെ സൈൻ 3π/2 എന്ന് പറഞ്ഞാൽ സൈൻ 270 ആണ്. അതിന്റെ വാല്യൂ -1 ആണ്, അതാണ് -1/6 മൈനസ് ബ്രാക്കറ്റിൽ സൈൻ 5 ഇൻറ്റു 0 ആണ് സൈൻ 0 ആവും. സൈൻ 0ന്റെ വാല്യൂ 0 ആണ്, അതാണ് സൈൻ 0ന്റെ വാല്യൂ 0 ആയി ഇവിടെ കൊടുത്തു. അപ്പോൾ 0/10 പ്ലസ് അതുപോലെ അടുത്ത സൈൻ 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാലും സൈൻ 0 ആണ്, സൈൻ 0ന്റെ വാല്യൂ 0/6. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 1/10 മൈനസ് 1/6. റിമൈനിങ് ടേം മൊത്തം 0 ആയി പോകും, അതാണ് ഇവിടെ -0. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? 1 ഇൻറ്റു 6 മൈനസ് 1 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 6. ദാറ്റ്സ് ഈക്വൽ ടു 6 മൈനസ് 10 ഡിവൈഡഡ് ബൈ 60. That's equal to -4/60. That's equal to -2/30. അതായത് രണ്ടിലും ഒരുപോലെ പോകുന്ന നമ്പർ 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 4 2 തവണയും 60 30 തവണ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ -1/15. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ പ്രോബ്ലത്തിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.